ബ്ലോഗേഴ്സിന്റെ ഇടയ്ക്ക്, അതായത് ബ്യൂട്ടി ബ്ലോഗേഴ്സ് ആയാലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ, ചേച്ചിയുടെ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോ ഇവരെല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണിതിട്ടുള്ള സുഹൃത്തുക്കളുണ്ടോ? അങ്ങനത്തെ ഉള്ള ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? നല്ല പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിപ്പോ നമ്മൾ ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ മാത്രമല്ല, എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. ഇപ്പൊ ഒരിടയ്ക്ക് വേറെ ട്രാവൽ, ഫുഡ്, ലൈഫ് സ്റ്റൈൽ എല്ലാത്തിൻ്റെ അകത്തും ഇത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിങ്ങനെ ലൈക്ക് ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. റീച്ചിന് വേണ്ടിയിട്ടാണോ? ഒബ്വിയസ്ലി റീച്ചിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരാൾ വളർന്നു പറഞ്ഞത് അല്ലെങ്കിൽ എന്നെക്കാളും മെല്ലെയായി പോവോ എന്നുള്ള ചിന്ത, അത് ഒരു വലിയൊരു ഫാക്ടറായിട്ടാണ് പല ആൾക്കാരും എടുക്കുന്നത്. ചില ആൾക്കാർ ചിലപ്പോൾ മുന്നേ തുടങ്ങിയതായിരിക്കും. ഇപ്പൊ എനിക്ക് പണി കിട്ടിയത് അങ്ങനെയൊക്കെയാണ്. എന്നെക്കാളും മുന്നേ തുടങ്ങിയ ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഞാൻ പൊങ്ങി വരുന്നുണ്ട് എന്ന്. അപ്പൊ അവർക്ക് എങ്ങനെയെങ്കിലും പിടിച്ചിടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ അതൊരു വലിയ ഫാക്ടറാണ്. പിന്നെ എവറിബഡി ഈസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്.